ശ്ലോകം 10. രാധാതുംഗപയോധര. രാധയുടെ ഉന്നതങ്ങളായ ആസ്ഥാനങ്ങൾ, പയോധരങ്ങൾ. രാധ എന്നുള്ളത് ഭാഗവത്തിലില്ല, ആണ് ഗർഗഭാവത്തിലുണ്ട്. മലയാളത്തിലുള്ളതിൽ എഴുത്തിനുണ്ട്. എന്തായാലും നമുക്ക് എടുക്കാം, രാധാന്ന് എടുക്കാം. രാധാ തുംഗപയോധര, ഒരു ഗോപി, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഗോപി. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, എന്നാലും ഏറ്റവും പ്രിയപ്പെട്ട ഗോപി. രാധാ തുംഗപയോധര, രാധയുടെ ഉന്നതമായ ആ സ്ഥലങ്ങൾ. സാധു പരീരംഭ, നന്നായി ആലിംഗനം ചെയ്തു. പരീരംഭ ലോലുപ ആത്മാനം, അതിൽ തന്നെ എന്തെന്നില്ലാത്തതായ അത്യാസക്തിയുള്ള മനസ്സോടുകൂടിയവനായി, ആസക്തിയുള്ള മനസ്സോടുകൂടിയവനായി. സാധു പരീരംഭ ലോലുപാത്മാനം, നന്നായി ആലിംഗനം ചെയ്ത് അതിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയവനായി. ഏതിൽ? രാധാതുംഗപയോധര, രാധയുടെ ഉന്നതമായ ആസ്ഥാനങ്ങളിൽ. ഓരോ ഗോപിയെയും ഇവിടെ രാധ ഓരോ ഗോപിയായിട്ട് എടുക്കണം. ഓരോ ഗോപിയെയും ഈ വിധത്തിൽ ഭഗവാൻ ആനന്ദിപ്പിച്ചു. ഏതൊരാനന്ദമാണോ അവൾ ആഗ്രഹിച്ചത് അതിനെ പ്രദാനം ചെയ്തു. അങ്ങനെയുള്ള ഭവന്തം, അങ്ങയെ ആരാധയേ, ഇതാ ഞാൻ ആരാധിക്കുന്നു. മേൽപ്പത്തൂർ ദശകം ഉപസംഹരിക്കുകയാണ്. താൻ പ്രതിജ്ഞ ചെയ്തതുപോലെ ഓരോ ഗോപിയെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അവരുടെ ആഗ്രഹമെന്തോ ആഗ്രഹത്തിനെ സാധിപ്പിച്ചു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഭക്തരുടെയോ ഭക്തൻ്റെയോ ആഗ്രഹത്തിനെ സാധിപ്പിക്കുന്നു. ഞാനും ഒരു ഭക്തനല്ലേ ഭഗവാനെ, ഞാനും ഒരു ഭക്തനല്ലേ, എൻ്റെ ആഗ്രഹം ഈ സൂക്കേടൊന്ന് മാറണം. എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. 66 ആയിട്ടുള്ളൂ. ഭട്ടതിരിനെ എന്താ പറഞ്ഞ 100 ദശകം ആയിട്ടില്ല. ഭഗവാൻ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് നോക്കുകയില്ല. അവസാനത്തെ ദിവസം മാത്രം നോക്കി. ആരാധയേ ഭവന്തം, ഞങ്ങളെല്ലാവരും അങ്ങേ ആരാധിക്കുന്നു. ഞാൻ പ്രത്യേകിച്ചും ഇത് ആരാധിക്കുന്നു. പവനപുരാധീശ, ഓരോ ദശകത്തിൻ്റെയും അവസാനത്തിൽ കാണുന്ന പവനൻ വായുദേവൻ, വായുദേവൻ്റെ പുരം ഗുരുവായൂർ, ഗുരുവായൂരിൻ്റെ അധീശൻ ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം പവനൻ നമ്മുടെ ഉള്ളിലെ പ്രാണൻ, പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം, ശരീരത്തിൻ്റെ അധീശൻ ആത്മാവ്. ഗുരുവായൂരപ്പൻ = ആത്മാവ്. ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്, എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നെപ്പോഴും നമ്മൾ ചിന്തിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.